മാണിക്യലുക്കത്തിന്റെ തിളക്കത്തിലാണ് എപ്പോഴും ഇന്ത്യൻ സിനിമ. കളക്ഷനിൽ വൻ മുന്നേറ്റമുണ്ടാകുന്നത് ഇന്ത്യൻ താരങ്ങളുടെ പ്രതിഫലത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. കോടികളാണ് മിക്ക മുൻനിര ഇന്ത്യൻ താരങ്ങൾക്കും പ്രതിഫലം ലഭിക്കുന്നത്. ഇന്ത്യയിൽ പ്രതിഫലത്തിന്റെ കണക്കെടുക്കുമ്പോൾ തെന്നിന്ത്യൻ താരങ്ങളാണ് മുന്നിലെന്ന ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ പ്രതിഫലത്തിൽ 12ാമതുള്ള ഇന്ത്യൻ താരം തെന്നിന്ത്യയിൽ നിന്നുള്ള രാംചരണാണെന്നാണ് IMDbയുടെ പട്ടികയിൽ നിന്ന് വ്യക്തമാകുന്നത്. 90 മുതൽ 100 കോടി വരെ പ്രതിഫലം രാംചരണിന് ലഭിക്കുന്നുണ്ട്. 11ാമതുള്ള ജൂനിയർ NTRനും 100 കോടിയോളമാണ് പ്രതിഫലം. 10ാമതുള്ള തമിഴകത്തിന്റെ അജിത്തിന് 105 കോടി പ്രതിഫലമുണ്ട്. 60 മുതൽ ഏകദേശം 145 കോടിയോളം സ്വീകരിക്കുന്ന ഒരു നടനായ അക്ഷയ് കുമാറിന്റെ പ്രതിഫലം സിനിമയുടെ പ്രാധാന്യമനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. 100 മുതൽ ഏതാണ്ട് 125 കോടിയോളം പ്രതിഫലം സ്വീകരിക്കുന്ന നടനാണ് അല്ലു അർജുൻ. 7ാമതുള്ള കമൽഹാസൻ 150 കോടി വരെ പ്രതിഫലം സ്വീകരിക്കുമ്പോൾ തൊട്ടു പിന്നിലുള്ള സൽമാൻ ഖാന് 100 മുതൽ 150 കോടി വരെയാണ്. തൊട്ടു പിന്നിലുള്ള അമീർ ഖാന് 175 കോടിയോളം പ്രതിഫലമുണ്ട്. 100 മുതൽ 200 കോടി വരെ പ്രതിഫലം സ്വീകരിക്കുന്ന പ്രഭാസാണ് 4ാമത്. 130 മുതൽ 200 കോടി വരെ പ്രതിഫലവുമായി ദളപതി വിജയ് 3ാമതുണ്ട് എന്നതും തെന്നിന്ത്യക്ക് അഭിമാനിക്കാവുന്നതാണ്. 150 മുതൽ 210 കോടി വരെ സ്വീകരിക്കുന്ന രജനീകാന്താണ് പ്രതിഫലത്തിൽ 2ാമത്. 150 മുതൽ 250 കോടി വരെ പ്രതിഫലം സ്വീകരിക്കുന്ന ഇന്ത്യയുടെ കിങ് ഖാൻ ഷാറുഖ് ഖാനാണ് പട്ടികയിൽ 1ാമത്.